കോഴിക്കോട് കക്കോടി KSEBക്ക് സമീപം അപകട ഭീഷണിയായി തേനീച്ചക്കൂട്ടം. പ്രദേശത്തെ കടകൾ താൽക്കാലികമായി അടച്ചു. ഫയർഫോഴ്സിലും വനംവകുപ്പിലും വിവരമറിയിച്ചിട്ടും നടപടിയില്ല എന്നാണ് പരാതി. ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്നുച്ചയ്ക്ക് 1:30-2 മണിയോട് കൂടിയിട്ടാണ് പെട്ടെന്ന് ഈ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് തേനീച്ച ഇവിടേക്ക് ഒന്നാകെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കക്കോടി KSEB ഓഫീസിന് എതിർവശത്താണ്. അവിടെയുള്ള ചപ്പാത്തി കമ്പനിക്ക് സമീപത്താണ് ഇത്തരത്തിൽ ഈ തേനീച്ച ഒന്നാകെ കൂടുകൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നിൽക്കുന്ന ഒരു തേനീച്ച കൂട്ടമാണെങ്കിൽ ഉച്ചയ്ക്ക് ഇതായിരുന്നില്ല സാഹചര്യം. ഇവിടെയുള്ള കടകളിൽ മുഴുവനായിട്ടും അല്ലെങ്കിൽ ഈ പ്രദേശത്തൊന്നാകെ വട്ടം ചുറ്റി ഇവിടെയുള്ള ആളുകൾക്ക് അവരുടെ സ്വൈര്യജീവിതം നഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു ഉച്ചയ്ക്കുണ്ടായിരുന്ന സാഹചര്യം. പിന്നീട് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന രീതിയിലേക്ക് മാറുകയായിരുന്നു. നമ്മളിവിടെ വരുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഈ വലിയ രീതിയിൽ ഈ തേനീച്ചക്കൂട്ടം ഒന്നായിട്ട് ഇളകി ഈ പ്രദേശത്ത് ആകെ ഇങ്ങനെ പറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറേ കൂടി സാഹചര്യം നിയന്ത്രണമായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. ഇത് ശരിക്കും ഉച്ചയ്ക്കല്ലായിരുന്നു ഈ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 2 മണി സമയത്ത് ഞങ്ങൾ പള്ളിയിൽ പോയ സമയത്ത് ഷട്ടർ താത്തിട്ടായിരുന്നു. പള്ളിയിൽ നിന്ന് പോയി വന്നപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഈ പ്രാണികൾ നിറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ കൂടുകൂട്ടിയത്. ഇതിപ്പം ആൾക്കാരെ വിളിച്ചറിയിച്ചപ്പോൾ ഫയർഫോഴ്സിനും വനശ്രീനൊക്കെ വിളിച്ചറിയിച്ചപ്പോൾ എന്താ അവർ പറഞ്ഞത്? ഫയർഫോഴ്സിൽ വിളിച്ചപ്പോൾ അവരെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരാണ് വനം വകുപ്പിൻ്റെ നമ്പർ തന്നത്. അതിൽ വിളിച്ചപ്പോൾ ആദ്യം അവരായിരുന്നു, ഇപ്പോൾ അവരല്ല, ഇപ്പോൾ ഇങ്ങനെ പ്രൈവറ്റ് ആളുകളാണ് ഇങ്ങനെ ചെയ്യൽ എന്ന് പറഞ്ഞു. അവർക്ക് നമ്പർ തരാൻ, ഞങ്ങളെ നമ്പർ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒരാൾ വിളിച്ചിരുന്നു. നൈറ്റിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാമെന്ന് പറഞ്ഞു. അതന്നെ, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇപ്പം ഉച്ചയ്ക്കാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് അല്ലേ? ഉച്ച 2 മണിക്ക്. നിങ്ങളെ പണി തടസ്സപ്പെട്ടോ? കുറഞ്ഞ തടസ്സപ്പെടുത്തി ഭാഗമൊക്കെ അടച്ചിട്ടാണല്ലോ. ഇനി വേറെ റൂമിലേക്ക് മാറ്റിയതാണ്. എങ്ങനെ പെട്ടെന്ന് ഇത് വരികയായിരുന്നു? 10 മിനിറ്റ് കൊണ്ടാണ് കൂട് ഉണ്ടാക്കിയത്. വേറെ ഒന്നുമില്ല. ആദ്യം ഒരു 5-8 പ്രാണികൾ വന്നാൽ ഇത് ഈച്ച വന്ന്, പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ടാക്കി കൂടാക്കിയത്. ഇത് എപ്പോഴായിരുന്നു? 2 മണിയായിരുന്നു. 2 മണിക്കാണ് ഇത് ഫസ്റ്റ് കണ്ടത്. അപ്പോൾ ആ സമയത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് കൂടുതലായിട്ടാണ് കാണുന്നത്. കസ്റ്റമർ ഒന്നും വന്നിട്ടില്ല. ഇന്നത്തെ കച്ചവടമൊക്കെ പ്രശ്നമായിരിക്കും. ഇത് കാരണം കസ്റ്റമർ ആരും വരുന്നില്ല അങ്ങോട്ട്, ഇത് പേടിച്ചിട്ട്. അതാണ് പ്രധാനമായിട്ടും. കാരണം നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ ഇപ്പോൾ നമുക്ക് കാണാം. കാരണം ഇത്രയും വലിയ കൂട് കൂട്ടുന്ന ഘട്ടത്തിൽ അത് എത്രത്തോളം ഭീഷണിയാണ് ഈ പ്രദേശത്തെ എന്നുള്ളത്. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇത് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇത് വലിയ ബുദ്ധിമുട്ടാണോ? അതെ, ബുദ്ധിമുട്ട് തന്നെയാണ്. ആ സമയത്ത് ഞാൻ 2 മണിക്ക് കട അടച്ചതാണ്. 2 മണിക്ക് കട അടച്ചിട്ട് പിന്നെ 4:30 മണിക്കാണ് കട തുറന്നത്. ആ സമയത്ത് ഒന്നായിട്ട് ഇത് സ്പ്രെഡായും കളഞ്ഞിട്ട് ഇവിടെയൊക്കെ വണ്ടിക്കാരും ബസ്സുകാർക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബൈക്കാരൊക്കെ ഒരു ബൈക്ക് ഒന്നിൻ്റെ പിന്നിൽ കൊണ്ട് ചിടിക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് മാറി ഷട്ടറൊക്കെ താത്തി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നതാണ്. പിന്നീടാണ് ഇതൊക്കെ ഒന്ന് അടങ്ങി നിൽക്കുന്നത്. ഇപ്പോൾ കുറച്ച് സമയമായിട്ട് നിങ്ങൾ വനംവകുപ്പിലും ഫോറസ്റ്റിലേക്ക് വിളിച്ചു? 2 സ്ഥലത്തേക്കും വിളിച്ചു. അപ്പോൾ ഓരോരുത്തരും പറയുന്നത് ഞങ്ങളെ ഉത്തരവാദിത്തമല്ല എന്ന് പറഞ്ഞ് അതങ്ങനെ നിന്ന്. പിന്നെ നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ ഓരോരുത്തർ, ചിലർ പറയും അത് അപകടം പിടിച്ച സാധനമാണെന്ന്. ആർക്കും അതിനെപ്പറ്റി അറിയില്ല, കറക്റ്റ് ആർക്കും അറിയില്ല എന്താണെന്നുള്ളത്. ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ സർക്കാർ വകുപ്പുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊഴിയുകയാണ്, ജനങ്ങളെ കഴുതുകളാക്കുകയാണ്. അപ്പോൾ അതല്ല എന്തായാലും നിലവിൽ ഇവിടെ ഇവർക്ക് ആവശ്യം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരമാണ്. എന്തായാലും ഏറെ ഭീതി ജനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പം ഈ പ്രശ്നത്തിൽ അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകൾ ഇടപെടണം എന്നുള്ളതാണ് ഈ പ്രദേശവാസികളുടെയും നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ഒക്കെ തന്നെ ആവശ്യം. സംഭവസ്ഥലത്ത് നിന്നും ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം ഷഹദ് റഹ്മാൻ. അധികൃതർക്ക് മുമ്പിലേക്ക് ഞങ്ങൾ ആ റിപ്പോർട്ട് വെക്കുകയാണ്. വേണ്ട ഇടപെടൽ ഉടൻ തന്നെ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകും. അവിടെയുള്ള ഈ വ്യാപാരികളുടെയൊക്കെ ആശങ്ക പരിഹരിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ജയ്മോൻ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ കമന്റ് ബോക്സിൽ കുറിക്കുന്നത്, നേരത്തെ നമ്മൾ പങ്കുവെച്ച ഈ 2ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യമുണ്ടായ ആ വാർത്തയുമായി ബന്ധപ്പെട്ടാണ്. അത് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെയാണ് ആ സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവറും ആയും പ്രവർത്തിച്ചത്. അവർ ഈ കുട്ടികൾ ഇറങ്ങിപ്പോയതിനു ശേഷം അവർ സുരക്ഷിതമായി എത്തി എന്നുള്ള കാര്യം ഉറപ്പുവരുത്തൽ കൂടി അവരുടെ ജോലിയാണ്. ഇങ്ങനെ ഇറക്കി വിട്ടാൽ അവരുടെ ജോലി തീരില്ല എന്നുള്ള കാര്യം പറയുന്നത്. കർശനമായ നടപടി ആ വിഷയത്തിൽ വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ആ പ്രേക്ഷകൻ. അതുപോലെ ഈ കുട്ടിയാനയുമായി ബന്ധപ്പെട്ട് അമ്മയാന അന്വേഷിച്ച് വന്നിരുന്നെങ്കിൽ വിട്ടാൽ പോരായിരുന്നോ, അല്ലെങ്കിൽ നമുക്ക് സംസ്ഥാനത്തിന് വനംവകുപ്പിന് തന്നെ അത് ആ കുട്ടിയാനയെ വളർത്തിക്കൂടെ എന്നുള്ള ചോദ്യം രശ്മി എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ വനംവകുപ്പിന് അതുമായി ബന്ധപ്പെട്ട് ചില നടപടിക്രമങ്ങളുണ്ട്. അതിനനുസരിച്ചുള്ള നടപടികളാണ് അവർ ചെയ്യുക. അങ്ങനെ കാട്ടിലേക്ക് കയറ്റി വിടാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ സംരക്ഷിക്കുക എന്നുള്ള തീരുമാനത്തിലൊക്കെ സാധാരണ നിലയിൽ പോകാറുള്ളത്.